കവരത്തിയിൽ കാക്കല്ല എന്നാണ്. അത് കേട്ടോളി, കവരത്തിയിൽ കാക്കല്ല. അതിൻ്റെ കാരണമുണ്ട്. പിന്നെ മൂപ്പരെ മക്കാമിന്റെ പരിസരത്തൊന്നും കാക്കകളെ കാണില്ല. എല്ലാ രീതിയിലും എല്ലായിടത്തും കാക്ക നിറച്ച് കാക്കയിലാണ്. മൂപ്പരെ മക്കാമിന്റെ പരിസരത്ത് കാക്കയില്ല. എന്താ കാരണം? മൂപ്പര് മുണ്ട് വെച്ച് ഒതുക്കാക്കാൻ നിന്നപ്പോ കാക്ക കാഷ്ടിച്ചു. അപ്പൊ പറഞ്ഞവിടെ വേണ്ട, ഇല്ല, കാക്ക അവിടെ ഇല്ല. എന്നിട്ട് വഹാബികളൊക്കെ കാക്കനെ കൊടുന്ന് നോക്കത്തത് ആ തണ്ടിന് വെച്ചിട്ടില്ല. വഹാബികളൊക്കെ അവിടെ എന്തിനാ കൊടുന്ന് നോക്കും? അത്രേ ഇത്രയും ഒരു വിരോധിയായിരുന്നു ഈ മനുഷ്യന്മാര് കേട്ടോ. ഇത്ര ഒരു വിരോധിയായല്ലോ ഈ മനുഷ്യന്മാർ. നിങ്ങൾ ഈ കാക്കല്ലാത്തോടത്തൊക്കെ കാക്കനെ കൊടുന്നാക്കും. അത്രേ വഹാബികൾക്ക് ഇതല്ലേ പണി. എല്ലായിടത്തും പോവുക, കാക്കനെ പിടിക്കുക, കവരത്തിയിലേക്ക് കടത്തുക, കാക്കനെ കൊടുക്കുക, കവരത്തിന്ന് പിടുത്ത പോയി മൂലേരെ. നിങ്ങൾ എന്താ ഈ പറയണത്? എന്നിട്ട് എന്താ കാക്കല്ലാതിരിക്കാനുള്ള കാരണം എന്താ? ഒരു പാവം ജീവി അതിങ്ങനെ പോവുക. അപ്പം ഈ കവരത്തിയിലെ കാക്ക ഇരുന്നിട്ട് ഊതുകൊടുക്കുകയാണ്. ഇത്രേ കവരത്തിയിലൊക്കെ ഈ കാക്കക്കറിയോ? കാക്കക്ക് ഇപ്പോൾ പാമ്പേഴ്സ് ഇട്ട് നടക്കാൻ പറ്റുമോ? ഇയാൾ ഇവിടെ ഊതുകൊടുക്കുന്നുണ്ട് എന്നപ്പോൾ കാക്കക്കറിയോ? അത് കാഷ്ടിക്കാൻ മുട്ടിയപ്പോൾ അത് കാഷ്ടിച്ചു. അപ്പോൾ അവിടെ വീണു, അയാളെ തലീക്കെട്ടിൻ്റെ ഉള്ളിലായി. അപ്പോൾ അയാൾ പറഞ്ഞു, സ്വപിച്ചു, ഇവിടെ കാക്ക വേണ്ട. അങ്ങനെ കവരത്തിയിൽ കാക്കല്ല. ഒരു വഹാബിക്ക് ഇത്ര വൃത്തികെട്ടോ, ഇത്ര ദേശീയമായുള്ള ഈ വഹാബിക്ക് ഇങ്ങനെ എന്താ മൂല്യരങ്ങൾ ഈ പറയുന്നത്? ഇത് ഔലിയാക്കന്മാർക്ക് ചേർന്നതാണോ? ഒരു പാവം കാക്ക അത് കാഷ്ടിച്ചായി നിങ്ങൾ അതിനെ ശപിച്ചിട്ട് ആ നാട്ടിൽ പിന്നെ ആ ജീവില്ലെന്നോ? എന്താ നിങ്ങൾ പറയണത്? അങ്ങനെ കാക്കനെ ആട്ടാൻ പറ്റുമോ? യഥാർത്ഥ ഔലിയാണെങ്കിൽ കാക്കനെ ആട്ടുമോ? എന്താ കാക്കയുടെ സ്ഥാനം നിങ്ങൾക്കറിയോ? കാക്ക എന്ന് പറഞ്ഞാൽ ആരാന്ന് ഞാൻ പറയണില്ല, നിങ്ങളെ മോലേരെ തൊള്ള കൊണ്ട് ഞാൻ പറയിപ്പിക്കാൻ പോവുകയാണ്. ഈ കവരത്തി തങ്ങൾ ശപിച്ചത് ശരിയാണോ അല്ലേന്ന്. കാക്കൻ്റെ മഹത്വം കേട്ടോളും വേറൊരു മോലേര് പറയുന്നത്. മഹാനവർകൾ കാക്കകളെ വലിയ ഇഷ്ടമായിരുന്നു. കാക്കകൾക്ക് ഇങ്ങനെ പത്തിരി കഷ്ണിച്ചിട്ട് കൊടുക്കും. ഇത് കണ്ടുകൊണ്ട് ഒരാൾ ചോദിച്ചു, എന്തിനാണ് അങ്ങ് കാക്കകൾക്ക് ഇങ്ങനെ പത്തിരിട്ട് കൊടുക്കുന്നത്? മറ്റുള്ള ജീവികൾക്ക് അങ്ങനെ ഭക്ഷണം കൊടുക്കുന്നതായിട്ട് കണ്ടിട്ടില്ല, കാക്കകൾക്ക് എന്താ ഇങ്ങനെ ഭക്ഷണം കൊടുക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവരുടെ മറുപടി, കാക്ക എത്രയോ വർഷങ്ങൾ ജീവിക്കുന്ന ഒരു പക്ഷിയാണ്. 1000 വർഷമോ 1000-ലധികം വർഷമൊക്കെ ഒരു കാക്കൊക്കെ ജീവിക്കാം. അപ്പൊ ഈ കാക്ക ഒന്നുകിൽ റസൂലുള്ളാഹിനെ കണ്ട കാക്കയോ അല്ലെങ്കിൽ റസൂലുള്ളാഹിനെ കണ്ട കാക്കയുടെ പേരക്കുട്ടിയോ ഒക്കെ ആവാൻ സാധ്യതയുണ്ട്. എന്തായാലും കാക്ക റസൂലുള്ളാഹിനെ കണ്ട കാക്കയും കണ്ടോലെ കണ്ട കാക്കയൊക്കെ വലിയ പ്രധാനപ്പെട്ടതായതുകൊണ്ട് ആ റസൂലുള്ളാഹിയോടുള്ള മഹബത്തോടാണ് ഞാൻ സാധ്യത, അങ്ങനെ ആവാനുള്ള സാധ്യത മാത്രമേ ഉള്ളൂ. ആ മഹബത്ത് കൊണ്ടാണ് ഞാൻ ഈ കാക്കകൾക്ക് വൃത്തിയാൻ ബഹുമാനിച്ച് ഭക്ഷണം കൊടുക്കുന്നത്. ഇതാണ് ഔലിയാന്റെ ചിന്ത. ഇതാണ് ഔലിയാന്റെ ചിന്ത. മുഹബ്ബീങ്ങളുടെ ആശിഖീങ്ങളുടെ ചിന്ത അതാണ്. എന്ത്? അതാണ്. ഇതാണ് ഔലിയാന്റെ ചിന്ത. ഏത്? മൂപ്പര് വേങ്ങര കോയപ്പാപ്പ വേറൊരാളാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത മാസം അവിടെ വേങ്ങര കോയപ്പാപ്പയുടെ ജാറത്തിന് മുമ്പിൽ ഇൻഷാ അല്ലാഹ് അല്ലാഹ് തൗഫീഖ് ചെയ്ത ഒരു പരിപാടിയുണ്ട്, വിശദമായിട്ട് അവിടെ പറയുള്ളതാണ്. അപ്പോൾ ഇത് വേങ്ങര കോയപ്പാപ്പ മൂപ്പര് കാക്കകൾക്ക് ഇങ്ങനെ പത്തിരി കഷ്ണിച്ചിട്ട് കൊടുക്കും. അപ്പോൾ ആൾക്കാർ വെച്ച് നിങ്ങളെന്ത് വേറെ പക്ഷിക്കൊന്നും കൊടുക്കാത്ത? അപ്പോൾ കാക്കയ്ക്ക് ഒരുപാട് ആയുസ്സുണ്ട് എന്നാണ്. ഇത് കാക്കകൾ എന്നാണ് നിങ്ങൾ മനസ്സിലാക്കിയല്ല. 1000-1500 കൊല്ലമൊക്കെ ജീവിക്കും കാക്കാനാണ്. ഇത് എവിടെ നിട്ടിയതാ ഇയാൾക്ക്? ഇത് എവിടെ നിട്ടിയത്? ലോകത്തൊരു ജന്തുശാസ്ത്രം പറയുന്ന ഒരു കിതാബിലും ഒരു പുസ്തകത്തിലും ഞാൻ കണ്ടിട്ടില്ല. ഈ കണ്ടോരുണ്ടെങ്കിൽ പറഞ്ഞോളിട്ടോ. മാക്സിമം എത്ര കൊല്ലം ഒരു കാക്ക ജീവിക്കാന്ന് അതിനൊക്കെ ഒരു കണക്കുണ്ട്. മൂപ്പര് പറയുന്നത് 1000 കൊല്ലം 1500 കൊല്ലമൊക്കെ ജീവിക്കണ കാക്ക. അപ്പം മുത്തു മുസ്തഫാനെ കണ്ടിട്ടുള്ള കാക്കയാണ്, സഹാബി കാക്കയാണ്. അപ്പോൾ സഹാബി കാക്കയാണ്, അല്ലെങ്കിൽ സഹാബി കാക്കാന് തൊട്ട കാക്കയാണ്, അല്ലെങ്കിൽ ആ കാക്കൻ്റെ പേരക്കുട്ടിയെങ്കിലും ആയിരിക്കും. ആ കാക്കക്ക് പത്തിരിട്ട് കൊടുത്താൽ മുത്ത് റസൂലിനോടുള്ള മഹബത്തിന് വേണ്ടിയിട്ടാണ്. ഇതാ ഔലിയാക്കന്മാർ, അതാണ്. അല്ലാതെ ഇയാളെ തലയിൽ കെട്ടുമ്പോൾ ഒരു കാക്ക കാഷ്ടിച്ചപ്പോഴേക്കും ഇവിടെ കാക്ക വേണ്ട, സഹാബത്തിനെ ഇയാൾക്ക് ഇഷ്ടമല്ല, മുത്തുനബിനെ ഇഷ്ടമല്ല. ഏതാ ഉലിയ? കാളിയും മറുപടി പറയണം, നായിബ് കാളിയും മറുപടി പറയണം. നിങ്ങൾ പറഞ്ഞു കൊടുത്താൽ കിൽത്താനിലുള്ള ആളുകൾക്ക് ഏതാപ്പം ഞങ്ങൾ വിശ്വസിക്കണ്ടേ? ഏതാ കറാമത്ത്? ആരാധില ഔലിയ?
അപ്പം സഹോദരന്മാർ ഓരോന്ന് വിളിച്ചു പറയുക, എന്നിട്ട് അതൊക്കെ ഞങ്ങൾ വിശ്വസിക്കണം. അല്ല ഈ കറാമത്ത് വിശദി? ഔലിയാക്കളെ ബഹുമാനിക്കാത്തവൻ, ഔലിയാക്കളെ ചീത്ത പറയുന്നവൻ. ഈ നിലക്കാണ്, ഈ വിധത്തിലാണ് സഹോദരന്മാരെ ഓരോ കറാമത്തുകൾ ഇങ്ങനെ ഉണ്ടാക്കി കൊണ്ടുവരുന്നത്.